നമസ്കാരം പ്രിയമുള്ളവരെ, ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊരു വാർത്തയാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് കൊഹിമയിലുള്ള മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. 1972 ആദ്യമായിട്ട് ബില്ലി ഗ്രഹാം ഈ പറഞ്ഞ നാഗാലാൻഡിൽ കൊഹിമയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിംഗ് നടത്തിയത്. 1,00,000-ലധികം ആളുകൾ പങ്കെടുത്ത മീറ്റിംഗ് ആയിരുന്നു. കൊഹിമ മിറക്കിൾ എന്നാണ് ആ മീറ്റിംഗ് അറിയപ്പെട്ടത്. നാഗാലാൻഡ് ക്രിസ്തീയ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏടായിരുന്നു ഈ പറഞ്ഞ ബില്ലി ഗ്രഹാമിൻ്റെ മീറ്റിംഗ്. അന്ന് ബില്ലി ഗ്രഹാമിൻ്റെ മീറ്റിങ്ങിന് നേതൃത്വം കൊടുത്ത അതേ ദേവദാസൻ തന്നെ 50 വർഷങ്ങൾക്ക് ശേഷം ആഗ്രഹിച്ചു ബില്ലി ഗ്രഹാമിൻ്റെ മകനെ ഒരിക്കൽ കൂടി ഈ പറഞ്ഞ നാഗാലാൻഡിലേക്ക് കൊണ്ടുവരണം. ഒരു ഓർമ്മ പുതുക്കൽ പോലെ നാഗാ ജനത ബില്ലി ഗ്രഹാമിനോട് നന്ദി പറയുന്നത് പോലെ ഗ്രഹാമിൻ്റെ മകനെ വിളിച്ച് 2 വാക്കിൽ നന്ദി പറയാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചത്. പക്ഷേ ആ മീറ്റിംഗ് നടന്നു. ബില്ലി ഗ്രഹാമിൻ്റെ മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാം ഇല്ലാതെ ആ മീറ്റിംഗ് നടന്നു. നേതൃത്വം കൊടുത്ത പാസ്റ്റർ തന്നെയാണ് ആ മീറ്റിങ്ങിൽ പ്രസംഗിച്ചത്. അദ്ദേഹത്തിന്, അതായത് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് വിസ കിട്ടിയില്ല. ഈ വാർത്തയൊക്കെ നമ്മൾ കൃത്യമായി കേട്ടതാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, വിദേശികളാകുന്ന ദൈവദാസന്മാർക്ക് വരുവാൻ കഴിയില്ല എങ്കിലും ഇന്ത്യക്കാരാകുന്ന ശക്തരാകുന്ന ദൈവദാസന്മാർ എഴുന്നേൽക്കണം, അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നാഗാലാൻഡിൽ നിന്ന്, കൊഹിമയിൽ നിന്ന് കേൾക്കുന്ന ഒരു വാർത്തയാണ് ഇത്ര സന്തോഷത്തോടുകൂടെ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം. നാഗാലാൻഡുകാരായ ചെറുപ്പക്കാരിലെ കൊണ്ട് ഇറങ്ങി വലിയ പ്രൊട്ടസ്റ്റും അടിയും പിടിയും ബഹളം ഉണ്ടാക്കി, ലഹളയുണ്ടാക്കി, നല്ല വാർത്ത. പിന്നെ എന്താണെന്നറിയാമോ, ഡിസംബർ മാസം 2-ാം തീയതി മുതൽ, അതായത് ഫ്രാങ്ക്ലിൻ ഗ്രഹാം പ്രസംഗിക്കേണ്ടിയിരുന്ന മീറ്റിംഗ് അത് അത്തരത്തിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയാതെ പോയെങ്കിൽ 2 ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ 2, 3, 4 ഈ തീയതികളിൽ ദീമാപൂരിൽ ഒരു വലിയ ക്രൂസൈഡ് നടക്കുകയാണ്. ഒരു പക്ഷേ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിൻ്റെ മീറ്റിങ്ങിൻ്റെ ഒരു ഇരട്ടിയിലധികം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അതായത് ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴും ആ മീറ്റിംഗ് അവിടെ നടക്കുന്ന സമയമാണ്. അങ്കിത് സജ്വാൻ എന്ന് പറയുന്ന ദില്ലിക്കാരൻ, ആ ഒരു ഹിന്ദി പയ്യൻ്റെ, ആ ഒരു യുവാവിൻ്റെ മീറ്റിംഗാണ് അവിടെ നടക്കുന്നത്. ഹിന്ദി പയ്യനെന്ന് വിളിച്ചത് ബഹുമാനക്കുറവുകൊണ്ടൊന്നും അല്ല കേട്ടോ, കാരണം ചെറുപ്പക്കാരെ ഇന്ത്യയിൽ ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന സന്തോഷം കൊണ്ടാണ്. ബില്ലി ഗ്രഹാമിൻ്റെ മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് ഇന്ത്യയിൽ ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷേ അങ്കിത് സജ്വാന് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന മീറ്റിങ്ങിന് പ്രസംഗിക്കുവാൻ കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന് വിസയുടെ ആവശ്യമില്ല. ഒരു പക്ഷേ നാഗാലാൻഡിൻ്റെ ചരിത്രത്തിൽ അടുത്ത ഒരു പുതിയ എപ്പിസോഡ്, ഒരു ഏടെന്ന് പറയത്തക്കവണ്ണം ശക്തമായ മീറ്റിങ്ങുകൾ, ഉണർവ് യോഗങ്ങൾ ഈ 2-3 ദിവസമായി നാഗാലാൻഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, വിദേശീയരായ ആളുകൾ വന്നില്ലെങ്കിലും നമുക്ക് സങ്കടം വേണ്ട. നമ്മുടെ ഇടയിൽ നിന്ന് ബില്ലി ഗ്രഹാംമാരും നമ്മുടെ ഇടയിൽ നിന്ന് റെയ്നാഡ് ബോങ്കെമാരും ഒക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ ഈ ദേശത്തിന് കൊടുക്കേണ്ട സുവിശേഷം കൊടുത്തുകൊണ്ടേ ഇരിക്കും. ഈ അങ്കിത് സജ്വാൻ്റെയൊക്കെ ഡോക്ടറിനോടൊക്കെ എനിക്ക് മൈന്യൂട്ടായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും വശത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് സന്തോഷത്തോടുകൂടെ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒരു ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് പ്രസംഗിക്കാൻ കഴിയാതെ പോയ അതേ നാഗാലാൻഡിൽ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന മീറ്റിംഗ്, അതായത് 3-ാം തീയതി രാത്രിയിൽ ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. 4-ാം തീയതി ആ മീറ്റിംഗ് അവിടെ കാണും. അത് വളരെ ശക്തമായിട്ട് നാഗാലാൻഡിൽ ഒരു ഉണർവിന് തന്നെ കാരണമായി തീരുകയാണ്. അപ്പോൾ എന്ത് കാര്യങ്ങൾ തിന്മയ്ക്ക് വന്നാലും അതെല്ലാം നന്മയ്ക്കായി പരിണമിക്കുമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം ഒരിക്കൽ കൂടി പൂർത്തിയാകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.